എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. നമുക്ക് യഹോവയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. യഹോവയുടെ പ്രത്യക്ഷത എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പഴയ നിയമകാലത്ത് പല പിതാക്കന്മാരോടും പ്രവാചകന്മാരോടും യഹോവ പ്രത്യക്ഷനായി സംസാരിച്ചു എന്നെല്ലാം അറിയുന്ന വേദഭാഗങ്ങളുണ്ട്. ഈ പ്രത്യക്ഷത അക്ഷരീകമായ പ്രത്യക്ഷതയാണെന്ന് പ്രസ്താവിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ യഹോവ പ്രത്യക്ഷനായതാണോ, അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള പ്രത്യക്ഷതയെക്കുറിച്ചാണ് പഴയ നിയമം സൂചിപ്പിക്കുന്നത് എന്നുള്ള വിഷയങ്ങളൊക്കെ ചില ഉദാഹരണ സഹിതം പരിശോധിക്കുവാനാണ് നമ്മൾ ഒരുമ്പെട്ടിരിക്കുന്നത്. യഹോവയെക്കുറിച്ച് പറയുമ്പോൾ അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എന്നുള്ള ധാരണ ഒരിക്കലും മനസ്സിൽ വരാൻ പാടില്ല. പഴയ നിയമ തിരുവെഴുത്തുകൾ അധികവും യഹോവയുടെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു യഹോവയുടെ പുത്രനാണ്. പുത്രൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് കൂടുതൽ ഭാഗങ്ങളിലൊന്നും പറയുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന വിഷയം യേശുവിനെ കുറിച്ചല്ല, യഹോവയെക്കുറിച്ചാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം കേൾവിക്കാർ ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. നമ്മൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ യഹോവ മോശയ്ക്ക് പ്രത്യക്ഷനായി മോശയെ മിസ്രയീമിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചുള്ള വിശദീകരണം. മോശ മിദ്യാനിലെ പുരോഹിതനായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ചെന്നു എന്നാണ്. അവിടെ ചെന്നു കഴിയുമ്പോൾ മോശ കാണുന്ന ഒരു കാഴ്ചയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശയെ മോശയെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രാഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ഇവിടെ യഹോവയുടെ പ്രത്യക്ഷത എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. മോശ ഹോരേബ് പർവ്വതത്തിൽ കാണുന്നൊരു കാഴ്ച. അവിടെ ഒരു അഗ്നിജ്വാലയുടെ നടുവിൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവ പ്രത്യക്ഷനായി എന്നല്ല, യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി. അപ്പോൾ ഈ മുൾപടർപ്പ് കത്തുന്നുണ്ടെങ്കിലും അത് വെന്ത് ചാരമായി പോകുന്നില്ല. അപ്പോൾ അത് വലിയൊരു അത്ഭുതമായ കാഴ്ചയാണല്ലോ എന്ന് മോശയ്ക്ക് തോന്നി. അപ്പോൾ മോശ ഇത് വ്യക്തമാക്കാൻ വേണ്ടി അടുത്ത് ചെല്ലും. അങ്ങനെ അടുത്ത് ചെല്ലുമ്പോൾ യഹോവ കണ്ടപ്പോൾ, അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ, നീ ഇങ്ങോട്ട് കയറി വരരുത്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു. ഇവിടെ ആദ്യം ദൂതൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞിട്ട് ആ ദൂതൻ പറയുന്നു
ദൂതനെ കുറിച്ച് പറയുന്നത് യഹോവ കണ്ടപ്പോൾ എന്നാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ടും പ്രത്യക്ഷനായിരിക്കുന്നത് യഹോവയല്ല, യഹോവയുടെ ദൂതൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ മോശെ മോശെ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പടിച്ചു കളക. ഈ ദൂതൻ പറയുന്ന അടുത്ത കാര്യം, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്പൊ ഇവിടെ ദൂതന്റെ അരുളപ്പാട്, ദൂതൻ അരുളി ചെയ്യുന്നത് യഹോവ അരുളി ചെയ്തതിന് തുല്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിൻ്റെ അർത്ഥം യഹോവയല്ല ഇവിടെ പ്രത്യക്ഷനായിരിക്കുന്നതെന്ന്. യഹോവയുടെ ദൂതൻ യഹോവയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. ദൂതൻ പറഞ്ഞില്ലേ, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്നാണ്. അപ്പം ഇവിടെ യഹോവ സ്വർഗത്തിലും ദൂതൻ ഇവിടെ ഹോരേബ് പർവ്വതത്തിലുമാണ്. യഹോവയുടെ അരുളപ്പാടുകൾ അപ്പോൾ ഈ ദൂതന് ലഭിക്കുന്നു. ഈ ദൂതന്റെ പ്രത്യക്ഷത തന്നെ വലിയ ഒരു അതിശയമുളവാക്കുന്ന വിധത്തിലായിരുന്നു. യഹോവയുടെ തേജസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പർവ്വതത്തിൽ തീ കത്തിയെങ്കിലും അത് വെന്തുപോകാതെ നിലനിന്നു. അങ്ങനെ യഹോവയുടെ പ്രത്യക്ഷത എന്ന് പറയുന്നിടത്തില്ല, ദൂതന്റെ പ്രത്യക്ഷതയാണ് എന്ന് നാം മനസ്സിലാക്കണം. യഹോവയ്ക്ക് അങ്ങനെ ശരീരത്തോടുകൂടി മനുഷ്യർക്ക് വ്യക്തമായിട്ട് പ്രത്യക്ഷനാകുവാൻ കഴിയുന്ന അവസ്ഥയിലല്ല. അപ്പസ്തോല പ്രവൃത്തിയിൽ മോശയെ അയക്കുന്ന കാര്യം പറയുന്നുണ്ട്. എന്നാൽ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം മോശയെ അധികാരിയും വീണ്ടെടുപ്പുകാരനുമായി മിസ്രൈമിലേക്ക് അയച്ചെന്ന അവിടെയും അപ്പസ്തോലൻ പറയുന്നത് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായത് ദൂതൻ ആണ് എന്നുള്ളതാണ്. ഏതായാലും യഹോവയുടെ പ്രത്യക്ഷതയും ദൂതന്റെ പ്രത്യക്ഷതയും എന്ന് പറയുന്ന ഭാഗം രണ്ടും ഒരേ ഉദ്ദേശം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ മോശയോട് പറഞ്ഞു, നീ മിസ്രയീമിലേക്ക് ചെന്ന് എൻ്റെ ജനത്തെ അവിടെ നിന്ന് മോചിപ്പിക്കണം. അപ്പോൾ മോശയ്ക്കൊരു സംശയം, ഞാൻ അവരോട് എന്തു പറയണം? നിന്നെ അയച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം? അതിനുത്തരം 14-ാം വാക്യത്തിൽ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം. ഉത്തരം കറക്റ്റായിരുന്നു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കണ്ടോ, ഈ ദൂതൻ തന്നെയാണ് പറയുന്നത്. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്യുന്നത്, എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ആര്? യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയണം. 16-ാം വാക്യത്തിൽ, പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഹോരേബിൽ വെച്ച് ദൂതൻ മോശയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എനിക്ക് പ്രത്യക്ഷനായി എന്നാണ്.
ഇതും ഈ ദൂതന്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇവിടെ മോശ നദിയെ അടിക്കുന്ന ഒരു സംഭവം, അതിനെക്കുറിച്ച് യഹോവ പറയുന്നു. ഞാൻ യഹോവയാണെന്ന് മിസ്രയീമിലുള്ള ജനങ്ങൾ അറിയുന്നതിനു വേണ്ടി നീ നദിയെ അടിക്ക എന്നു. അങ്ങനെ നദിയെ അടിക്കുമ്പോൾ അതിലെ വെള്ളം രക്തമായി തീരും. അതൊരു വലിയ അതിശയമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് യഹോവയുടെ പ്രവൃത്തിയാണെന്ന് ഫറവോനും മിസ്രയീമിലും ഇസ്രായേലിലും മനസ്സിലാക്കാൻ വേണ്ടി അവിടെ മോശയാണ് നദിയെ അടിച്ചത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 8-ാം അധ്യായം 1-ാം വാക്യം. യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. മതി. അവിടെ യഹോവ നദിയെ അടിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ നദിയെ അടിച്ചത് ആരാ? മോശയാ. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. യഹോവയുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നോന്ന് അറിയാൻ പാടില്ല. ഏതായാലും മോശ നദിയെ അടിച്ചു. അതിലൂടെ എഴുതിയിരിക്കുന്നത് യഹോവ നദിയെ അടിച്ചു എന്ന്. അപ്പൊ അതെന്താണ് അതിന്റെ അർത്ഥം? മോശ ചെയ്ത കാര്യം യഹോവയുടെ ഉദ്ദേശപ്രകാരമാണ്. യഹോവയുടെ പ്രതിനിധിയായിട്ടാണ് മോശ ഇവിടെ വർത്തിക്കുന്നതെന്നാണ്. ഉന്നതന്മാരായ ആളുകൾ ആജ്ഞ കൊടുക്കുന്നു, മറ്റുള്ളവരത് പ്രവൃത്തിപഥത്തിലാക്കുന്നതെന്നാണ്. യഹോവയുടെ ആജ്ഞകൾ നടപ്പിലാക്കുവാൻ, യഹോവയുടെ ഉദ്ദേശങ്ങൾ, യഹോവയുടെ പ്രവൃത്തികൾ നടപ്പിലാക്കാൻ യഹോവ അയക്കുന്നത് തൻ്റെ ദൂതന്മാരെയാണ്. അതല്ലാതെ കേവലം ഈ മനുഷ്യന് വേണ്ടി നേരിട്ട് യഹോവ ഇറങ്ങി വന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിനൊക്കെ അതിൻ്റേതായ ഡ്യൂട്ടിയിൽപ്പെട്ട ദൂതന്മാർ. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു എന്നാണ്. യഹോവയുടെ ദൂതന്മാരെ കുറിച്ചാണ്. യഹോവയുടെ ആജ്ഞകളനുസരിച്ച് പ്രവർത്തിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തന ശേഷി കുറഞ്ഞതും കൂടിയതുമായ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ വകുപ്പിൽപ്പെട്ട ദൂതന്മാർ, വലിയ വിഷയങ്ങളെ സംബന്ധിച്ച് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ശക്തിയേറിയ ദൂതന്മാരുണ്ട്. ഈ ദൂതന്മാർ വഴിക്കാണ് യഹോവയുടെ എല്ലാ പ്രവൃത്തികളും നടക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആജ്ഞ അനുസരിച്ചാണ് മറ്റ് മന്ത്രിമാർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആ ഉദ്ദേശങ്ങൾ മറ്റ് മന്ത്രിമാർ വഴിയും അതുപോലെ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വഴിയാണ് അത് നടപ്പിലാക്കുന്നത്. അതല്ലാതെ പ്രധാനമന്ത്രി ഇറങ്ങി വന്നല്ല ഇവിടുത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുക. അങ്ങനെ യഹോവയുടെ ഭരണതലത്തിൽ പല വകുപ്പുകളിലുള്ള ദൂതന്മാരുണ്ടെന്ന് മനസ്സിലാക്കാം. സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു എന്നാണ്. യഹോവയുടെ രഥങ്ങൾ 1000-1000 കോടിയുമാകുന്നു. യാതൊരു പഞ്ഞവുമില്ല യഹോവയുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിന് വേണ്ടി ആൾക്കാരുടെ കുറവൊന്നുമില്ല. അപ്പൊ ഇവിടെ യഹോവ നദിയെ അടിച്ചെന്ന് എഴുതിയിരിക്കുന്നത് മോശ നദിയെ അടിച്ച കാര്യമാണ്. ഇനി നമ്മൾ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ നാദാബും അബീഹുവും യോശുവയും മോശയും യഹോവയെ കണ്ടു, ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അതെന്താണ് അതിന്റെ മറുപടി എന്ന് നോക്കാം. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് പോന്നതിൻ്റെ ശേഷം മരുഭൂമിയിൽ യഹോവ പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഇസ്രായേല് യഹോവയെ കൂടുതൽ
അറിയുന്നതിന് വേണ്ടിയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ കർത്താവ് ഇങ്ങനെ തന്നെയായി. കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്നും പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്നും അന്ന് യഹൂദ സമുദായവും ലോകം മുഴുവനും അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യങ്ങളായിരുന്നു യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും. അപ്പോൾ ഇവിടെ യഹോവ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും യഹോവയെ എല്ലാവരും അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരോട് നിങ്ങൾ ദൂരത്ത് പർവ്വതത്തിൽ കയറി വന്ന് എന്നെ നമസ്കരിപ്പിൻ എന്ന് പറഞ്ഞു. മോശയ്ക്ക് മാത്രമേ അടുത്ത് ചെല്ലുവാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് യഹോവ പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഇവർ കയറിപ്പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. 24-ന്റെ 8-ാം വാക്യം. അപ്പോൾ മോശ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു, സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു യഹോവയെ ദർശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഹോമയാഗം കഴിക്കുകയും യഹോവയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യഹോവയെ ദർശിക്കുന്നതിന് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ശുദ്ധീകരിച്ചതിന് ശേഷം 9-ാമത്തെ വാക്യം വായിച്ച്. അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ലു പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ടു ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അപ്പോ നാദാബും അബീഹുവും യോശുവയും മോശയും അവർ ശുദ്ധീകരണത്തിന് ശേഷം അവർ എന്ത് ചെയ്തു? 70 പേര് വേറെയുണ്ട്. അവർ പർവ്വതത്തിൽ അകലെ നിന്ന് ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു എന്നാണ്. അപ്പൊ കണ്ട രീതി എങ്ങനെയാണെന്ന് താഴെ പറയുന്നു. 10-ാം വാക്യത്തിൽ അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. ഇവിടെ യഹോവയുടെ പാദങ്ങൾക്ക് കീഴെയുള്ള നീലക്കല്ലിനെയാണ് കാണുന്നത്. യഹോവയുടെ ശരീരം കാണുന്നില്ല. അത് നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. ആകാശത്തിന്റെ സ്വച്ഛത എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകും? ആകാശത്തിന്റെ നീല നിറം, യാതൊരു മഴക്കാറും കൂളും ഒന്നുമില്ലാതിരിക്കുന്ന, വളരെ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ആകാശത്തെ നമ്മൾ ദർശിക്കുമ്പോൾ ഇങ്ങനെ ഒരു നീല നിറമാണ് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ടു ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഇവിടെ ദൈവത്തെ കണ്ടു ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത് എന്താ? ഒന്നും ഭവിച്ചില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? മോശയിൽ നിന്നുള്ള അറിവ് യഹോവയെക്കുറിച്ച് ഇസ്രായേലിന് അല്പം ലഭിച്ചിട്ടുണ്ട്. യഹോവയെ കണ്ടാൽ ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല എന്നുള്ള അറിവ് മോശയ്ക്കുണ്ട്. മോശ ആ അറിവ് ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി, യഹോവയെ കണ്ടതുകൊണ്ട് മരിച്ചു പോകുമോ എന്നുള്ള ഭയം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഈ ചെറിയ ഒരു രീതിയിലുള്ള ഒരു ദർശനം പോലെ കണ്ടിട്ടും പ്രമാണികൾക്ക് തൃക്കയ്യാലൊന്നും ഭവിച്ചില്ല. അപ്പോൾ ഈ കണ്ട കാഴ്ച മതി
അവർ യഹോവയെ കണ്ടു എന്ന് വിശ്വസിക്കാൻ അത്രയും മതി എന്നുള്ളതിനാണ് അതിൻ്റെ അർത്ഥം. അവർ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിൻ്റെ 16-ാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ 24-16 വായിച്ചേ. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. അപ്പൊ യഹോവയുടെ പ്രത്യക്ഷപ്പെടൽ എങ്ങനെയാണ് എന്ന് ഒന്നുകൂടെ ഇവിടെ വിശദീകരിച്ചിരിക്കുക. 16-ാം വാക്യത്തിൽ ഒരു മേഘം പർവ്വതത്തെ മൂടി. ഉണ്ടോ? യഹോവയുടെ പ്രത്യക്ഷതയ്ക്ക് മുമ്പായിട്ട് സംഭവിക്കുന്ന ആദ്യത്തെ പടി ഒരു മേഘം പർവ്വതത്തെ മൂടുകയാണ്. അപ്പോൾ അവിടെ ഒരു ഇരുട്ടുണ്ടാകുന്നതിന് വേണ്ടി യഹോവ ന്യായപ്രമാണം കൊടുക്കുവാൻ സീനായി മലയിൽ പ്രത്യക്ഷനായി എന്ന് പറയുന്ന ഭാഗത്തും അവിടെ പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ അവിടെ വരുന്നു. ആ പർവ്വതത്തിൻ്റെ ഭാഗത്ത് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, ഇങ്ങനെയുള്ള ചില സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാകും. അതുപോലെ ഒരു മേഘം പർവ്വതത്തെ മൂടി യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. ശരീരം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നല്ല, യഹോവയുടെ തേജസ് സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശെ എന്ന് വിളിച്ചു. ഇവിടെ യഹോവയുടെ ശരീരത്തിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നില്ല. യഹോവയുടെ ചുറ്റും വലിയ തേജസ്സുണ്ട്, അത്യുന്നതനെയോ നാം കണ്ടെത്തുകയില്ല എന്ന് യോബ് പറയുന്നു. യഹോവയുടെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്, അതുകൊണ്ട് ശരീരം നമുക്ക് ദർശിക്കാൻ കഴിയില്ല എന്ന് യോബ് പറയുന്നുണ്ട്. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. അതിൽ ഒരു അനുഭവമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇസ്രായേൽ മക്കൾക്ക് തോന്നി. മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി. അപ്പൊ മോശ മേഘത്തിന്റെ നടുവിലാണ് പർവ്വതത്തിൽ കയറി. മോശയ്ക്ക് യഹോവയെ പൂർണ്ണമായി ദർശിക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. കാരണം എന്തുകൊണ്ടാണ്? യഹോവയുടെ ശരീരം, അതിൽ നിന്ന് പുറപ്പെടുന്ന ആ തേജസ്സിന്റെ പൂർണ്ണത, അത് പരിപൂർണമായിട്ട് ദർശിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു പോകുമെന്നുള്ളത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇത് ഒരു ചെറിയ തോതിലുള്ള അനുഭവമാണ് ഇവിടെ നൽകപ്പെടുന്നത് എന്നാണ്. അപ്പം ഇവിടെ എല്ലാം സംസാരിക്കുന്നത് യഹോവയുടെ ദൂതൻ തന്നെയാണ് എന്നുള്ളതാണ്. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഗിദെയോന് യഹോവ പ്രത്യക്ഷനാകുന്ന കാര്യം പറയാം. ഗിദെയോന് യഹോവ പ്രത്യക്ഷനാണ്. ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരുടെ, മിദ്യാന്യരുടെ ആക്രമണത്തിൽ വലഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. ഇസ്രായേലിൻ്റെ കാർഷിക വിഭവങ്ങളെല്ലാം അവർ കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും അങ്ങനെ ഇസ്രായേലിന് വലിയ ശത്രുവായി തീർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ യഹോവയുടെ ഒരു ദൂതൻ ഗിദെയോന് പ്രത്യക്ഷനാകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. 6-ാം അധ്യായം 11 മുതൽ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്യനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെയിരുന്നു.
അവന്റെ മകനായ ഗിദയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നീ ബലത്തോട് പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഉഫ്രയിൽ അബിയേസ്രനായ യോവാശിന്റെ കരിവേലകത്തിന് കീഴെ ഇരുന്നു എന്ന് പറയുന്നു. യഹോവയുടെ ദൂതൻ വന്നു എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗിദയോൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരു ദാസൻ, അദ്ദേഹം അതിലെ വന്നു. അദ്ദേഹം ഗോതമ്പ് കളത്തിൽ മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, ഗിദയോന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗിദയോൻ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും സംഭവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗിദയോനും ദൂതനും തമ്മിൽ ഒരു സംഭാഷണമാണ്. യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും നമുക്ക് നേരിടുകയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. നമ്മളെ മിസ്രൈമിൽ നിന്ന് പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുള്ള യഹോവയുടെ അത്ഭുതങ്ങളെല്ലാം ഇപ്പോൾ എവിടെയാണ്? അതൊന്നും ഇപ്പോൾ പ്രവൃത്തി പദത്തിലല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കിയത്. അപ്പോൾ ഇവിടെ ദൂതനല്ലേ വന്നിരിക്കുന്നത്, ഇവിടെ യഹോവ അവനെ നോക്കിയെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൂതൻ നോക്കുന്നതും യഹോവ നോക്കുന്നതും പോലെ തന്നെയാണ്. അതുകൊണ്ട് ദൂതനും യഹോവയും ഒരാളല്ല എന്നുള്ള ബോധ്യമാണ് നമുക്കിവിടെ ഉണ്ടായത്. യഹോവയുടെ ആജ്ഞകൾ അറിയിക്കുവാൻ അയക്കപ്പെട്ടിരിക്കുന്ന ദൂതൻ ആ നോക്കുന്നത് യഹോവ നോക്കുന്നത് പോലെ തന്നെ വിലമതിക്കേണ്ടിയിരിക്കുന്നു. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഒരു ഒറ്റ മനുഷ്യനെ പോലെ നീ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഗിദയോന് നല്ല ഉറപ്പായി. അപ്പോൾ ഗിദയോൻ പറഞ്ഞു, എന്നോട് സംസാരിക്കുന്നത് യഹോവ തന്നെയാണ് എന്നുള്ളതിന് എനിക്കൊരടയാളം തരണം. ഞാനൊരു കോലാട്ടിൻകുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് വടകളെയും ഉണ്ടാക്കി കൊണ്ടുവരുന്നത് വരെ താമസിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദൂതൻ സമ്മതിച്ചു, ഞാൻ താമസിക്കാം എന്ന് പറഞ്ഞു. ഗിദയോൻ ഓടിച്ചെന്ന് ഒരു കോലാട്ടിൻകുട്ടിയെ ഒരു പറ മാവ് കൊണ്ട് വടകളും പാകം ചെയ്ത് കൊണ്ടുവന്നു കരുവേലകത്തിന് കീഴെ ദൂതന്റെ സന്നിധിയിൽ വയ്ക്കുന്നു. ദൂതൻ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് മാംസവും വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു, മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു. 21-ാം വാക്യം. അപ്പോഴാണ് ഗിദയോന് യഹോവയുടെ ദൂതനാണ് എന്ന് മനസ്സിലാകുന്നത്. അവൻ യഹോവയുടെ ദൂതനെന്ന് ഗിദയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവയെ കണ്ടെന്ന് പറയുന്നതും യഹോവയുടെ ദൂതനെ കണ്ടു എന്ന് പറയുന്നതും രണ്ടുപേരും രണ്ട് വ്യക്തികളാണെങ്കിലും രണ്ടുപേരുടെയും ആശയം ഒന്നായിരിക്കൊണ്ട് യഹോവയുടെ ആജ്ഞകൾ തന്നെയാണ് ദൂതൻ അറിയിക്കുന്നത് കൊണ്ടും ഞാൻ യഹോവയെ കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്തേ?
അവൻ യഹോവയുടെ ദൂതൻ നിന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, ദൈവമായ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, നീ മരിക്കയില്ല എന്ന് അരുളിച്ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗമിട്ടു. ഇവിടെയും പറയുന്നു, യഹോവയെ കണ്ടതുകൊണ്ട് നീ മരിക്കയില്ല എന്ന് പറയുന്നു. നമ്മൾ പുറപ്പാട് 24 70 പേരും മോശയും നാദാവും അവരെ യഹോവയെ കണ്ടതുകൊണ്ട് അവർക്കും ഈ ഭയമുണ്ടായി. ഇവിടെ ഗിദെയോനും ഈ ഭയമുണ്ടായി. അപ്പോൾ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന്. കാരണം ഇതെല്ലാം പ്രത്യക്ഷമാകുന്നത് യഹോവയുടെ ദൂതനാണ് എന്നുള്ളതാണ്. ഒരു ഭാഗം കൂടി നോക്കി നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. അടുത്തത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഗിദെയോന് യഹോവ പ്രത്യക്ഷനാകുന്ന, ഈ വീഡിയോ ഇച്ചിരി നീണ്ടുപോകും, നിങ്ങളത് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഗിദെയോന് യഹോവ പ്രത്യക്ഷനാകുന്ന കാര്യത്തെക്കുറിച്ച്, ഗിദെയോനല്ല 13-ാം അധ്യായത്തിൽ ശിംശോന്റെ ജനനത്തെക്കുറിച്ച് യഹോവയുടെ ദൂതൻ അറിയിക്കുന്ന കാര്യമാണ്. ആ ഭാഗം ഒന്ന് വായിച്ച് 13-2 മുതൽ ഉള്ള വാക്യങ്ങൾ. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്നു പേർ. അവന്റെ ഭാര്യ മച്ച ആയിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും വരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുപ്പിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ തുടങ്ങും. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദേവപുരുഷൻ എൻ്റെ അടുക്കൽ വന്നു. അവന്റെ ആകൃതി ഒരു ദേവദൂതന്റെ ആകൃതി പോലെ ഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. തന്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല. അവൻ എന്നോട്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയുമരുത്. ബാലൻ ഗർഭം മുതൽ ജീവപര്യന്തം ദൈവത്തിന് നാസീരായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ യഹോവയുടെ ദൂതന്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ്. ദാൻ ഗോത്രത്തിൽ ഉള്ളവനായി സ്വരാബ്ദിനായ ഒരു പുരുഷനുണ്ടായിരുന്നു, മനോഹ എന്നിവർ. ശിംശോന്റെ അപ്പൻ്റെ പേരാണ്. അപ്പോൾ മനോഹയ്ക്കും ഭാര്യയ്ക്കും മക്കളില്ലാതിരുന്ന സമയത്ത് ദൂതൻ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിനക്കൊരു മകൻ ജനിക്കും, അതുകൊണ്ട് നീ ഗർഭം മുതൽ നാസീരായിരിക്കും അവൻ. അതുകൊണ്ട് വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും കഴിക്കരുത് എന്ന്. അപ്പോൾ ഈ ദൂതൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എനിക്ക് പ്രത്യക്ഷനായി, നമുക്കൊരു ശിശു ജനിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ചില നോയമ്പുകളൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മനോഹ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. മനോഹ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ആവശ്യപ്പെട്ടത്? മകൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ച ആ പുരുഷനെ വീണ്ടും ഞങ്ങളുടെ അടുക്കലൊന്ന് അയക്കണം. ജനിക്കാനിരിക്കുന്ന ശിശുവിനെക്കുറിച്ച് എന്താണ് ആചരിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഒന്നുകൂടെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കൽ. അപ്പോൾ അവൾ വയലിലായി. ഓടിച്ചെന്നിട്ട് ഭർത്താവിനെ വിളിച്ചു, അന്ന് എൻ്റെ അടുക്കൽ വന്ന ആളിതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ മനോഹ ഈ ആളിനോട് സംസാരിക്കുന്നു. അപ്പോൾ സ്ത്രീയോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ കൃത്യമായിട്ട് ആചരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സന്തോഷമായി. നീ പറഞ്ഞിരിക്കുന്ന കാര്യം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്നു.
യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ താമസിക്കണം. യഹോവയുടെ ദൂതൻ മനോഹയോട്, എന്നെ താമസിപ്പിച്ചാൽ ഞാൻ നിന്റെ ആഹാരം കഴിക്കുകയില്ല. അവിടെ ദൈവദൂതൻ വന്നിരിക്കുകയാണ്. അവിടെ മാംസവും ആഹാരമൊന്നും ദൂതന് കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് മതി, യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക. അവൻ യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞില്ല. ഒരാൾ വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കി. അപ്പം അതുകൊണ്ട് യഹോവയുടെ ദൂതനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, എൻ്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് അതിശയമുള്ളത്. സാധാരണ മനുഷ്യരോട് പേര് ചോദിക്കുന്നത് പോലെ പേരെന്താണ്? അപ്പം എൻ്റെ പേര് അതിശയമുള്ളത്. സ്വർഗീയമായ നാമമാണ് ആ ദൂതനുള്ളത്. അതുകൊണ്ട് അപ്പോൾ അവർക്ക് ആ ഭാഗം അവർ നടത്തി. അങ്ങനെ മനോഹ കോലാട്ടിൻകുട്ടിയെ ഭോജനയാഗത്തേക്ക് കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. ഇവിടെ ഈ ദൂതന് മുമ്പിൽ കഴിക്കുന്ന യാഗം യഹോവയ്ക്ക് കഴിക്കുന്ന യാഗമായിട്ടാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. എന്തിനായി അതിശയം പ്രവർത്തിക്കുന്നത്? എന്താണ് അതിശയം? അഗ്നിജ്വാല യാഗപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ജ്വാലയോടുകൂടി കയറിപ്പോയി. മനോഹയും ഭാര്യയും കണ്ടു, സാഷ്ടാംഗം വീണു. ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയല്ലായിരുന്നു. ഒരു സാധാരണ മനുഷ്യനായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ യാഗവസ്തു കൊണ്ടുവന്നു പാറമേൽ വെച്ച് ആ യാഗവസ്തു യഹോവയുടെ ദൂതന്റെ ശക്തിയാൽ അത് ദഹിച്ചു. അതിൻ്റെ ജ്വാലയോടുകൂടി യഹോവയുടെ ദൂതൻ കയറിപ്പോയി. യഹോവ കയറിപ്പോയെന്നല്ല, യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് കാര്യമുണ്ട്. അപ്പോൾ ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. അവിടെയും ഭയമുണ്ടായി. അപ്പോൾ നമ്മൾ 3 ഭാഗങ്ങളിലും കാണുമ്പോൾ ഇവിടെ യഹോവയെ കണ്ടു, ദൈവത്തെ കണ്ടു എന്ന് കാണുന്നതും സംസാരിക്കുന്നതെല്ലാം ദൂതനാണ് എന്നുള്ള കാര്യമാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ യഹോവയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന ദൂതൻ്റെ പ്രത്യക്ഷതയും യഹോവയുടെ പ്രത്യക്ഷതയായിട്ടാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകുമെന്ന് മനോഹ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ അവനോട്, നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നുവെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാകവും ഭോജനയാകവും കൈക്കൊള്ളുകയോ ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരികയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ പ്രത്യക്ഷതയുടെ വിധം 2-3 ഭാഗങ്ങളിലായി നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എത്ര അർത്ഥമുള്ള ഒരു വാക്യമാണ്. തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പഴയ നിയമ കാലങ്ങളിലെല്ലാം യഹോവയെ വെളിപ്പെടുത്തിയിരിക്കുന്നത് യഹോവയുടെ ദൂതന്മാരാണ്. യഹോവയുടെ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്നും അറിയിക്കേണ്ട കാര്യങ്ങൾ ദൂതന്മാർ വഴി അറിയിച്ചും അദൃശ്യനായ യഹോവയെ ലോകത്തിനും ഇസ്രായേലിനും വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ പ്രത്യക്ഷതയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് യഹോവ ഒരു മനുഷ്യനെ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന് പ്രത്യക്ഷമായി എന്നുള്ള
ആ അവ്യക്തമായ ധാരണകളും വിശ്വാസങ്ങളും ഒഴിവാക്കി യഹോവയുടെ മഹത്വത്തെയും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള യഹോവയുടെ പദ്ധതികളെയും കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവം നമ്മുടെ ജ്ഞാനദൃഷ്ടികൾ പ്രകാശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും.